ഗൈസാ നമ്മളിപ്പോൾ പോകുന്നത് എവിടേക്കാണ്? ചിമ്മിനി ഡാമിലേക്ക്. ഞാനുണ്ട്, തോംസൺ ഉണ്ട്, പിന്നെ യദുണ്ട്. യദുവിനെ ഞങ്ങൾ കാണിക്കാട്ടോ. പിന്നെ എസ്റുണ്ട്, ഉറങ്ങുണ്ട് അവിടെ. ഗൈസ് നമ്മളിപ്പോ കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എത്തൂട്ടാ. എവിടെത്തും? പാലപ്പള്ളി. പക്ഷെ പാലപ്പള്ളി അല്ല, ചിമ്മിനി ഡാം. നമ്മളിപ്പോ പാലപ്പള്ളിയിൽ നിന്ന് ചിമ്മിനി ഡാമിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പാലപ്പള്ളി എച്ചിപ്പാറ റൂട്ടിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായ പാലപ്പള്ളി ഞാൻ പോട് വായിച്ചേ. പാലപ്പള്ളി മൈസൂര്. ആനിമൽ ക്രോസ് കണ്ട ഇവിടെ ആടൊക്കെ ആന ഞങ്ങളുടെ ഭാഗ്യം കൊണ്ട് ഒരു ആടെങ്കിലും ക്രോസ് ചെയ്ത ഭാഗ്യം. ഒരു പുള്ളിമാരെ കണ്ടു, പക്ഷെ അത് തിരിഞ്ഞിക്കണം. പക്ഷെ വന്ന പറഞ്ഞത് ഇവര് രണ്ടുപേരും ഞങ്ങള് അവരെ ശല്യം ചെയ്യണില്ല. ഞങ്ങള് ഒരിക്കലും അവരെ ശല്യം ചെയ്യില്ല. നീ എൻജോയ് ചെയ്യും. ഞങ്ങള് ഇതിന് മുന്നേ വന്നോണ്ടിരുന്നപ്പോൾ ഇത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങള് ബൈക്കുമേണ പിന്നാർന്ന് വെച്ചാൽ പോലെ ഇത്തിരി ലുക്കൊക്കെ വെച്ച് ഡ്രസ് ഇട്ട് ഉടുപ്പിലാണ് കയറിയിട്ടുണ്ട്. ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നത് നമ്മുടെ സ്വന്തം യദുവാണ്. അവന്റെ വീഡിയോ ഫോട്ടോ ഒക്കെ നമ്മള് കാണിക്കും. ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പൊ നിങ്ങക്ക് മലനിരകളും ഹരിത കർമ്മശേല അത് സെൽഫി ആക്കിയത് പന്നി. ഇതൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കോട്ടേഴ്സാണ്. ഞങ്ങള് മുന്നേ താമസിച്ചിട്ടുള്ള കോട്ടേഴ്സിലത്തെ ആൾക്കാരുകളാണ്. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചാണകത്തിന് മണൊക്കെ അടിക്കുന്നുണ്ട്. ഒരു ഊട്ടി പച്ച ചാണകത്തിന്റെ എന്തെങ്കിലുമൊക്കെ പറയണ ഗാന്ധാരിനെ ഒരു വെള്ളച്ചാട്ടം പോലെ സാധനമുണ്ട്. അത് വരുമ്പോ കാണാം. വരുമ്പോ ലേറ്റ് ഉണ്ടെങ്കിൽ കാണാം. അല്ലെങ്കിൽ തിരിച്ചു വരാം. അത് കണ്ടിട്ട് പോയി ഞങ്ങൾ അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ അപ്പൊ കാണിക്കാം. ആദ്യമായിട്ട് ചെയ്യണതിന്റെ ഒരു പ്രശ്നങ്ങളുണ്ട്, അത് നോക്കണ്ട, ശരിയാക്കാം. ഓ മാൻ, നിനക്ക് അറിയോ? നീ വന്നിട്ടോ ഇവിടെ? ഇവിടെ നല്ല വ്യൂ ആ. ഇത് അതിമനോഹരമാണ്. അവർക്ക് വ്യൂ എടുക്കാൻ നിർത്തിയതാ. കണ്ടില്ലേ, സൂപ്പർ വ്യൂ ആണ്. നമ്മൾക്ക് വണ്ടി നിർത്തണം. ഇതാണ് തോംസൺ. തിരിഞ്ഞറ. തോംസനെ ഒക്കെ തീർക്കണാണ് എസ്രു. ഇതാണ് നമ്മുടെ ക്യാമറമാൻ യദു, നമ്മുടെ സ്വന്തം യദു. കണ്ടില്ലേ ഗൈസ്, ഞങ്ങൾ ചെറിയൊരു വ്യൂ ഒക്കെ കിട്ടി. അടിപൊളി വ്യൂ ആണ്. നിങ്ങളപ്പോൾ ഫ്രീ ആണെങ്കിൽ ഈ വന്ന് ഇവിടെയൊക്കെ കാണുന്നത് നല്ലതായിരിക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ പറയണം. എസ്രോ ഇടിച്ചേ ഞാൻ ഓർക്ക പിന്നറ ഇതാണ് നമ്മുടെ വണ്ടി. നമ്മളിതിലാണ് വന്നത്. ഇപ്പോൾ എസ്രുവിന് 3-4 പിക്കൊക്കെ എടുക്കാൻ വേണ്ടി എത്തിയേക്കാണ്. എസ്രു ഇരിച്ചേ. ഇവിടെ എസ്രു ഉണ്ട്. എസ്രു എന്തൊക്കെയാ കാണിക്കുന്നുണ്ട്. ഗൈസ്, അവിടെ ഒരു കുരങ്ങനെ ഉണ്ടായിരുന്നു, അതിനെ കാണിക്കാന്ന് വിചാരിച്ചേ, പക്ഷെ നടന്നില്ല. നമുക്കിട്ട് പോയി എടുത്തു. ഗൈസ്, നമ്മൾ എച്ചിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് വരുമ്പോ തോംസൺ വേറെന്താ കഥ പറയുന്നുണ്ട്? നീ പറയടാ. കല്യാണുണ്ട് നമുക്ക്. മൻസൂർ രചനയുടെ കല്യാണുണ്ട്. ഫുഡ് കഴിച്ച് പോവാം. ഇലുമിനാറ്റി. നമ്മള് ചിമ്മിനി ഡാം എത്തിയിട്ടുണ്ട്. ഇതാണ് അവരുടെ ഗേറ്റ്. ഇനി ഇവിടെ മറ്റേ സാധനമൊക്കെ ഉണ്ട്.
ടിക്കറ്റിന് പൈസ കൊടുത്താലേ കയറ്റി വിടുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ തിരിച്ചു കൊണ്ടുവരും. ടിക്കറ്റ് എടുക്കാനായിട്ട് നമ്മള് തോമസിനെ വിടാൻ പോവാണ്. പോകുന്നതായിരിക്കും. കലിപ്പിന് കാന്താരിമുണ്ട്. കാന്താരിയുടെ പേരിൽ ഒരു 4 ടിക്കറ്റ് എടുത്തിട്ട് ഗായ്സ് ആൽവിനിത ടിക്കറ്റ് എടുക്കാൻ പോവാണ്. രണ്ടുപേരും ഞാൻ വീഡിയോ എടുക്കല്ലേ? അവരും ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ പോയി, ഞാൻ തന്നെ പോയി വീഡിയോ എടുക്കേണ്ട അവസ്ഥയാണ്. വീഡിയോ എടുക്കേണ്ട അവസ്ഥയാ. ടിക്കറ്റ് എടുക്കുന്ന അവമാനിക്കല്ലേ ഗൈസ്. അപ്പൊ ഞാൻ ടിക്കറ്റ് എടുത്തിട്ട് വരാം കേട്ടോ ഗൈസ്. നമുക്കിപ്പോൾ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ടിക്കറ്റ് അഡൾട്ടിന് 40 രൂപയാണ്. പിന്നെ 12 വയസ്സ് മുകളിലുള്ളവർക്ക് മാത്രം മതി. പിന്നെ വണ്ടി കാറായതുകൊണ്ട് 55 രൂപയാണ്. നിനക്ക് 12 അല്ല, നിനക്ക് 120 അറിയാം. ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം പോയാൽ മതി എന്നാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ മാസം കാണിച്ച് പോവാണ്. ഏതോ കാട്ടിലെ ചായക്കട ഉണ്ട് ഇവിടെ. പിന്നെ യദുവിന് ഡ്രൈവിംഗ് ആണ്. നമുക്ക് ഈ വ്ളോഗ് ഇടാൻ പറ്റാൻ ഭാഗ്യം. അല്ലെങ്കിൽ ലൈവ് സ്ട്രീം ഇടാം. അതാകുമ്പോൾ ലൈവായിട്ട് കാണാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ. ശരി എന്നാ, ഞാനുണ്ട് ഡെയിലി. ഗൈസ് നമ്മൾ ഓൾട്ടോനും ഞാനൊക്കെ വെട്ടിക്കുന്നുണ്ട്. നല്ല വണ്ടിയാണ്. അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റി വണ്ടിയാണ്. അവിടെ നിന്നൊരു കുഞ്ഞു വണ്ടി, അവിടെ നിന്ന് അത്ര നമ്മളെക്കാളും ക്വാളിറ്റിയിലൊരു വണ്ടി ഉണ്ട്. നമുക്ക് ഒതുങ്ങാൻ നല്ലത്. അത് ഈ പ്രോ ഡ്രൈവിംഗ് ആണ് നമ്മുടെ. ഇത് സൈഡൊക്കെ ഇട്ടിട്ട് ഫീഡ് കട്ടൊക്കെ ഇട്ടിട്ട് ജാതി റേഞ്ചായിട്ട് സീനായിട്ടാണ് പോണ. അമ്മാരി ഡ്രൈവിംഗ് ആണ്. എന്തേലൊക്കെ കാണിക്കാം. കണ്ണാടി കൂടെയുള്ള ലുക്കൊക്കെ കാണിക്കാം നമുക്ക്. നമ്മ നാനോനെ വെട്ടിക്കാനുള്ള പരിശ്രമത്തിലാണ് ചെയ്തു. പക്ഷെ ഹോണടിച്ച് കേട്ടറാ, പറപ്പിച്ച് വിട്ടു പാപ്പ. ഫൈനലി നമ്മൾ വെട്ടിച്ചേരിക്കും. ഫൈനലികൾ വെട്ടിച്ചിരിക്കുകയാണ് ഗൈസ്. എനിക്കറിയില്ല, പൊക്കോളാൻ പറയുന്നുണ്ട്. മൂത്രയ്ക്ക് കൊണ്ടുണ്ടാവും ചിലപ്പോ. ഇന്ന് അത്യാവശ്യം നല്ല ഇതാണ് നമ്മുടെ ഡ്രം ഡാം. ഏതാ എനിക്കറിയില്ല കടത്തില്ലേ ഗൈസ്. അപ്പൊ ഇവിടെ ഭയങ്കര റഷാണ്. നമ്മൾ വണ്ടിയുടെ പരിപാടി. ഈ ചേട്ടൻ നമ്മളെ കണ്ടിട്ടില്ല. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ബാക്കിലേക്ക് എടുത്തപ്പോൾ കൊന്നനെ നിറച്ച് വെള്ളിയാണല്ലോ ഉണ്ടാവുള്ളത്. ആദ്യത്തെ വ്ളോഗിൽ തന്നെ പാർക്കിംഗ് ഏരിയ ഇവിടെ ഉണ്ട്. നമ്മൾ പൈസ കൊടുക്കണമെന്നുള്ളൂ. കയറി കഴിഞ്ഞാൽ ഇറങ്ങുന്നു മാത്രം. തട്ടൊന്നുമില്ലടാ. പിന്നെ ഇത് പോയി നീ എടുത്തു നോക്കി, നമുക്ക് തട്ടെന്ന് പറയാം. ഗൈസ് ഭയങ്കര റഷാണ്. ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അപ്പോൾ നമ്മൾ നൈസായിട്ട് വണ്ടി ഒതുക്കാണ്. ഇനിയിപ്പോൾ ഗൈസ് ഇത്ര നല്ല ഷെഡ് ഉണ്ട്. ഇവരെന്നാലും പുറത്തിടാനെന്ന് പറയണത് തെണ്ടി തരല്ല ചെയ്യണത്. 3 കാലുള്ള പട്ടി കണ്ടോ നിങ്ങൾ? 3 കാലുള്ള പട്ടി. 3 കാലുള്ള പട്ടി. 4 കാലുണ്ട്. ഒരു കാല് ഒടിഞ്ഞാലേ. ഇതാണ് നമ്മുടെ ഗൗതം. പെസ് കളിക്കാനാണ്. ഇത് പിന്നെ കൂട്ടുകാരാണ്. അന്ന് അനിയനാണ്. ഓക്കെ. അപ്പൊ നമുക്ക് കാറുടെ സ്ഥലമില്ല. എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് ഫുൾ ട്രാപ്പാണ്. പെട്രോള് കഴിയുന്നു. ഇതൊക്കെ വീഡിയോയില് വരുന്നവര് കുഴപ്പമില്ല. നീ ആ വേഗനർ പോയിണ്ട് അതിന് കേട്ടിട്ടേ. നീ അപ്പഴ ചൂണ്ടിടാ പന്നി. റൈറ്റ് പിടിക്ക്. ഒറ്റ എടുത്താ മതി. നേരെ എടുത്ത ഫസ്റ്റ് ടിക്കറ്റ് എടുത്തോ. വണ്ടി പോയാണ് നമുക്ക് വണ്ടി വയ്ക്കാൻ പറ്റുമോ? അതാണ് നമ്മള് ഇത്ര നേരം വെയിറ്റ് ചെയ്തത്. നമ്മൾ ഇടാൻ പോവാണ്. ഓടിക്ക് തിരിക്ക്. പിന്നെ ഞാനൊരു മതി. ഓക്കെ സെറ്റ് ഗൈസ്. നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി ഇറങ്ങി ബാക്കിയുള്ള അവരായി തരം അവിടെ എവിടാ ഗൈസ്. ഇതാണ് നമ്മുടെ കുരങ്ങൻ കടല്. കുരങ്ങണ്ടല്ലേ മാസായിട്ട് ഡാമിൻ്റെ അന്യായോ ഉള്ളോ എടാ മോനെ.
ലാ 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 ലാ. ഗൈസ് നമ്മൾ വേറെ സ്ഥലം ചിമ്മിണി ഡാമിൽ എത്തിയിരിക്കുന്നു. ഇതാണ് യദു ഡ്രൈവർ, പ്രോ ഡ്രൈവർ, വീഡിയോഗ്രാഫർ. ബാക്കിൽ വരണ അത് ഇവൻ എസ്രു, ഇവൻ്റെ അച്ഛനാണ് അവൻ. ടോംസ് എന്നുള്ള പേര്. മാസമായി നടന്നു വരണുണ്ടോ, കാണാനല്ലേ അല്ലേ? വരും, കുറച്ച് കഴിയുമ്പോൾ കാണും. കോട്ടയിൽ പോകാന്ന് പറഞ്ഞിട്ട് അപ്പം കോട്ടയിൽ പോവാം. ഓക്കെ. മനസ്സിലായി. ഇവിടെയാണ് ഡാം ഉള്ളത്. പക്ഷേ കളക്ഷൻ മുഴുവൻ ഉള്ളത് ഇവിടെയാണ്. നല്ല കളക്ഷൻ കിട്ടുന്നത് അവിടെയാണ്. അടിപൊളി വ്യൂ ആണ് ഇവിടെ. കൊട്ടവഞ്ചിക്കുണ്ട്, കുറച്ച് കാണാൻ പറ്റും. കൊട്ടവണ്ടിക്കുണ്ട്, പക്ഷെ കൊട്ടവഞ്ചിക്കുണ്ട്. വിശ്വസുന്ദര ഹേമഗ്നാമ ഭൂമി ഒരു 4 മണിക്ക് ശേഷം വരാണ് ഈ അടിപൊളി വ്യൂ കിട്ടിട്ടുണ്ട്. നല്ല രസമല്ലേ? അടിപൊളി വ്യൂ ആണ്. നമുക്ക് ഒരേ സമയം 3 കാര്യങ്ങൾ കാണാൻ പറ്റും: വെള്ളം, കര, ആകാശം. ആയി പാട്ടേ പൂട്ടി. എന്താ തോംസൺ വന്ന ഇത്ര പ്രശ്നമാണോ? മോളിലേക്ക് നോക്കിട്ട് കൊടുക്കും. അച്ഛനെ കൊടുത്തവരന അച്ഛനെ കൊടുക്കറനോ? അച്ഛനെ കൊടുക്കണില്ലേ? അപ്പൊ അച്ഛനില്ലേ? അങ്കിള് ഗൈസ്, തോംസന്റെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ്. അവനവിടെ ഇരിക്കാൻ പോലും പറ്റില്ലേ, കണ്ട തുമ്പത്താണ് ഇരിക്കുന്നത്. എന്നാലും പാവം കഷ്ടപ്പെട്ടിരിക്കുന്നുണ്ട്. ഒരു നല്ല ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് ഫോട്ടോഗ്രാഫർ യദുവിൻ്റെ കയ്യിൽ നിന്നും. ഉയരன்று ഉன்னை நானே ஒரு நாளும் சொல்ல மாட்டேன் ഉയരെன்றாൽ എൻ്റെ ഒരു നാൾ. എന്തിനാണ് വന്നല്ലേ? ഓക്കെ. യദു നിന്റെ അടുത്തിരിക്കാൻ. നമ്മൾ വഴിയിൽ വെച്ച് കണ്ട ആ പട്ടി ഇവിടെ എത്തിയിട്ടാ. കണ്ട പട്ടി. എന്താ കുട്ടാ? എടുത്തോ എടുക്കടാ കുട്ടാ. മതിയാ? ഇതെന്തിട്ടത്? നമ്മൾ ഫോട്ടോ എടുത്ത് കരയ്ക്ക് മുകളിലായിട്ടുണ്ട്. കണ്ടില്ലേ? ഫോട്ടോഗ്രാഫർ പാവം. ഇവിടെ ദേശം എന്തൊക്കെ കാണിക്കുന്നുണ്ട്. അച്ഛൻ കാണിക്കുന്നതനുസരിച്ച് തന്നെ സുരം കാണിക്കുന്നുണ്ട്. ഗൈസ്, നമ്മൾ ഡാം കണ്ടു കഴിഞ്ഞ് ഈ ഡാമിലത്തെ പുഴ കാണാൻ വേണ്ടി പുഴ മീൻസ് വെള്ളം കാണാൻ വേണ്ടി പോവാണ്. ഇത് തോംസനും വീണ്ടും വെള്ളം മീൻസ് വാട്ടർ പാനി. നമ്മുടെ ഡ്രൈവർ വണ്ടി മാത്രല്ല അവനും ഡ്രിഫ്റ്റ് ആവേണ്ട ഇടക്ക്. എനിക്കിഷ്ടായി, ഞാൻ പ്രൊസീഡ് ചെയ്യുന്നു. ഐ ലവ് യു.
ഗൈസ് തോംസിൻ്റെ ചിലവാണ്. തോംസിന്റെ ചെലവാണ്. പൈസ കൊടുക്കുന്ന അൽവിസയ്ക്കായിരിക്കും. ഇതാണ് കട. ഇവിടെ വെള്ളം ഉണ്ടെന്നാ പറയണേ. വെള്ളമുണ്ട്, വെള്ളം കിട്ടി. ഐസ്ക്രീം. ചേട്ടാ ഇതിന് പൈസ വേണ്ടി മേടിച്ചോളൂ. ചോക്ലേറ്റ് വേണോ ഇത് വേണോ? ചോക്ലേറ്റ് മതി. ചോക്ലേറ്റ് വേണം. കൂച്ച് ഉണ്ടെന്ന്. എടുക്ക് റേഞ്ചൊന്നും ഇല്ല. ഗൈസ് കൊട്ടവഞ്ചി ഒരു പരിപാടി അവസാനിപ്പിച്ചു. അപ്പോൾ ഞങ്ങളിതിൻ്റെ ഒരു ഇപ്പോഴത്തെ മൈൻഡ് ചെയ്യണമെന്നുണ്ടോ ഒറ്റയ്ക്ക് കള്ളനാര് ടാറ്റ കൊടുത്താ ഗൈസ് മീനൊക്കെ ഇട്ടിട്ടായില്ലേ ഉണ്ടാ ശരിക്കും നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ. എവിടെ കുഞ്ഞിത് വലുതുന്ന ആൾക്കാരെ പറ്റിക്കുന്നീ. ആ കാണാണ്ട ദേ പോണത് വേണ്ട കണ്ട് ഇവിടെ ഒരു ഓൾമോസ്റ്റ് ക്ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് വണ്ടി എടുത്ത് പോവാണ്. നമ്മുടെ വണ്ടി ഗാഡി വിത്ത് ഡ്രൈവർ കം ഹിയർ. നീ ഓടിക്കല്ലേ കള്ളപ്പന്നി. ഗൈസ് നമ്മളവിടെ നിന്ന് തിരിച്ചു. ഗൈസ് ഇവിടെ നമുക്ക് കൊട്ടവഞ്ചി ചെയ്യാനായിട്ട് പറ്റിയില്ല. കൊട്ടവഞ്ചിയുടെ ടൈമിങ് കഴിഞ്ഞു. 5:30 വരെ സമയമുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ കൊട്ടവഞ്ചിയിൽ കയറാൻ പറ്റിയില്ല. അതിനൊരു വിഷമത്തിലാണ് എല്ലാവരും. കണ്ടില്ലേ, കാണാൻ പറ്റില്ല എന്നാലും അതിനൊരു വിഷമത്തിലാണ്. പിന്നെ ഇവിടെ വേറെ പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ റേഞ്ചില്ല. ഭയങ്കര ഫോൾട്ടായിട്ട് എനിക്ക് തോന്നി. തീരെ റേഞ്ചില്ല. നമുക്ക് ഗൂഗിൾ പേ ചെയ്യാനൊന്നും പറ്റില്ല. പൈസ ഉണ്ടെങ്കിൽ മാത്രം പരിപാടി നടക്കുള്ളൂ. പിന്നെ ഇവിടെ വന്നാൽ ചായയും ഐസ്ക്രീം മാത്രമേ ഉള്ളൂ. വേറൊരു തേങ്ങയില്ല ഇവിടെ. അതും ഒരു ചെറിയൊരു ഫോട്ടോയാണ്. അതാ ചായ ഉണ്ടായിരുന്നു കഴിഞ്ഞതാ. അതാണ് വേറെ പ്രശ്നം. പിന്നെ വരുന്നുണ്ടെങ്കിൽ എന്നെ കൊട്ടവഞ്ചിയിലേക്ക് കയറാൻ ഒരു 5:30 മുന്നേ ഇങ്ങോട്ട് എത്താൻ വെച്ചാൽ നല്ലൊരു പരിപാടി ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നാലാണ് നീ നോക്കണത്. എനിക്ക് എന്താ പോലെ 5:30 വരെ ഉള്ളൂ. അപ്പം 5:30 മുന്നേ ഇവിടെ എത്താം. അന്നാലാണ് നിങ്ങൾക്ക് ടിക്കറ്റ് ആയിട്ടുള്ളൂ. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടായിരുന്നു, വിഷ്ണു പറഞ്ഞിട്ട്. അവന് ഇതുപോലെ കുറേ സെറ്റാക്കിയിട്ട് അവന് കിട്ടിയിട്ടുണ്ട്. 4 പേർക്ക് പോകുന്നുണ്ട്. അവർ 9 പേര് വന്നതാണ്. പക്ഷെ 4 പേർക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഏത് അവനാ ഞാനല്ലേ ഞാനിട്ടാ ഇവിടെ വന്നിട്ട് വേറെ ആനേനെയും പുലിനെയൊന്നും കിട്ടിയൊന്നുമില്ല ഇവിടെ. അതേ നിങ്ങൾ കണ്ടില്ലേ പശുവൊക്കെയുള്ളൂ. പിന്നെ അതേ കുറെ കുരങ്ങന്മാരൊക്കെ ഭാരതം ഇരിക്കുന്നുണ്ട്. കണ്ടില്ലേ ഗൈസ്, പശു മാത്രമേ ഉള്ളൂ. ഞാൻ എവിടെ നോക്കിയാലും പശു, വേറൊരു തേങ്ങയില്ല ഇവിടെ. കേൾക്കാൻ പറ്റണമെന്ന് എനിക്കറിയില്ല. നല്ല വ്യൂ ഒക്കെ ഉണ്ട്. കണ്ട സൂര്യൻ അസ്തമിക്കുന്ന വ്യൂ ഒക്കെ ഉണ്ട്. അടിപൊളി വ്യൂ ഒക്കെ ഉണ്ട്. കണ്ട അടിപൊളിയാണ്. മാൻ സീൻ വ്യൂ. നമ്മളിപ്പോൾ ഇവിടെ ഒരു പുഴയിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനത്തെ സസ്കി ബോയ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ പുഴയിലെത്തിയിരിക്കുകയാണ്. പുഴ നല്ല വൈബ് സ്ഥലമാണ്. കണ്ടില്ലേ കള്ളത്തിൽ തിരുപ്പള്ളിയല്ല ഇപ്പോൾ പറ്റിക്കാണ്. നമ്മൾ ചിമ്മി ഡാം പോണ വഴിയിലുള്ള ചെറിയൊരു സ്പോട്ടാണ്. അടിപൊളി സ്പോട്ടാണ്. എല്ലാവരും ഇവിടെ വന്നിട്ട് കുളിക്കുന്ന നനയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പലരും പലതും ചെയ്യുന്നുണ്ട്.
ഗൈസ് ഞങ്ങൾ ഫൈനലി വെള്ളത്തിൽ ഇറങ്ങേണ്ട അവസ്ഥ വന്നു. ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാണ്. തോംസ കുട്ടാടാ മോനെ. ഇവിടെ ഉണ്ട്. ക്യാമറമാൻ ഹാൽബി സജിക്കൊപ്പം ഗൈസ് അപ്പോൾ നമ്മൾ വെള്ളത്തിലെ കുളി കഴിഞ്ഞ് ഇപ്പോൾ തിരിച്ച് റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഭയങ്കര ടയേർഡാണ്. മുഖമൊക്കെ കണ്ടില്ല, എല്ലാവരും ടയേർഡായിട്ട്. എസ്റു മാത്രമാണ് വിജിലംബിച്ച പോലെ നിൽക്കുന്നത്. അവൻ വരുമ്പോ ഉറങ്ങിയ കാരണമാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഉറങ്ങി റെഡി ആയതിനെ. പക്ഷെ ഇവിടെ എത്തില്ലായിരുന്നു, വണ്ടി ഓടിക്കാറില്ല. റേഞ്ച് ഇല്ല അവിടെ, അത് കാരണം കാന്താടിനെ വിളിക്കാൻ പറ്റാത്തതിന്റെ ഒരു വിഷമം മാത്രമാണ് യദുവിനുള്ളത്. പക്ഷെ അവിടെ വെച്ച് കുറെ പേര് സ്കെച്ച് ചെയ്തോ. വേറെ കാര്യം നമ്പറൊക്കെ മേടിച്ചിട്ടുണ്ട്. കാന്താടി ഇത് കാണാൻ കാന്താരി കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാം. അപ്പോ ബാക്കി നമുക്ക് അടുത്ത് നമുക്കൊരു ചായ പിടിക്കാനുള്ള പരിപാടി ഉണ്ട്. അപ്പൊ ചായ പിടിക്കുമ്പോ അതുവരെ വെയിറ്റ് ചെയ്യുക. ഓക്കെ, വെയിറ്റ് ചെയ്യാം. ഓക്കെ, ബൈ.